സമീപ പ്രദേശത്തുള്ളവർക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരുത്തിയെന്ന കാരണത്താൽ ഇറ്റലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കമ്പനി നേരെ വന്നത് ഇന്ത്യയിലേക്ക്. ഇറ്റലിയിലെ വിസെൻസ എന്ന നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന മിറ്റനി എന്ന കമ്പനിയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. 3 ലക്ഷത്തിൽ പരം ആളുകളാണ് ഈ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. അത് അവരിൽ പലരെയും ക്യാൻസർ രോഗികളാക്കി, വൃക്ക രോഗികളാക്കി എന്നത് മാത്രമായിരുന്നില്ല കാരണം. അവരുടെ കൊച്ചുകുട്ടികളെ, ജനിച്ചു വീണ കുട്ടികളുടെ ബ്ലഡിൽ ഉൾപ്പെടെ PFAS എന്ന കെമിക്കലിന്റെ സാന്നിധ്യം കണ്ടതിനെ തുടർന്നാണ് ഈ മിറ്റനി എന്ന കമ്പനി ഇറ്റലിയിൽ അടച്ചുപൂട്ടിയപ്പോൾ അവരുടെ എക്യുപ്മെന്റ്സ് ഉൾപ്പെടെ വാങ്ങിയത് ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ് എന്ന ഇന്ത്യൻ കമ്പനി അവരുടെ സബ്സിഡറി ഉപയോഗിച്ചിട്ടാണ്. 2023 അവർ ഈ എക്യുപ്മെന്റ്സ് ഇന്ത്യയിലെ മുംബൈയിൽ എത്തിച്ചു. മാത്രമല്ല, ലക്ഷ്മി ഓർഗാനിക്സ് ഇറ്റലിയുടെ പ്രസിഡന്റായ ഹർഷവർദ്ധൻ മിറ്റനി എന്ന കമ്പനി യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചാണ് പ്രവർത്തിച്ചതെന്ന് ഒരു സാമട്ടിലാണ് ഇറ്റലിയിലെ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്തതെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല, മിറ്റനിയുടെ ചീഫ് എക്സിക്യൂട്ടീവായ അന്റോണിയോ ഇറ്റലിയിൽ നടന്ന ഈ കേസിൽ ഇറ്റാലിയൻ കോടതി 6 വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിച്ച ഇയാൾ ഇപ്പോൾ ലക്ഷ്മി ഓർഗാനിക്സ് എന്ന കമ്പനിയുടെ ബോർഡ് മെമ്പർ ആണെന്ന് ഗാർഡിയനും സ്പ്രൗട്ട്സ് ന്യൂസും റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കമ്പനി പുറന്തള്ളിയ PFAS ഉൾപ്പെടെയുള്ള കെമിക്കലുകൾ കാരണമാണ് ഇറ്റലിയിലെ കൊച്ചുകുട്ടികൾ വരെ രോഗബാധിതരായത്. എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ PFAS നിയന്ത്രണത്തിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളില്ല, റെഗുലേഷൻസ് ഇല്ല. ഗ്രൗണ്ട് വാട്ടറിൽ PFASന്റെ അളവ് നിയന്ത്രിക്കുന്ന യാതൊരുവിധ റെഗുലേഷൻസും നിലവിൽ ഇന്ത്യയിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ ആവാം ഇറ്റലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ കമ്പനി ഇന്ത്യയിലേക്ക് വന്നതും. എന്നാൽ ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മാത്രമാണ് തങ്ങൾ വർക്ക് ചെയ്യുന്നതെന്നാണ് പ്രസ് റിലീസിലൂടെ കമ്പനി പറഞ്ഞിരിക്കുന്നത്.